അപ്പോൾ അവിടെ അടുത്തൊരു പൂന്തോട്ടമുണ്ട്, അത് നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് പൂവൊന്നുമില്ല, അത്യാവശ്യം പൂവൊന്നും ഇപ്പോൾ ഉണ്ട്. വെള്ള കളറിലെ പൂവ്, അതെന്തോ എനിക്ക് അറിയത്തില്ല, ഒന്ന് നോക്കാം. കണ്ട സാധനം നിൽക്കുന്നുണ്ട്, ജമന്തി ഇതുള്ളൂ. മറ്റേ നമ്മുടെ അവിടെ ആദ്യം കഴിഞ്ഞ കിട്ടി ഇവിടെ നിന്നാ പൂ വരുന്നു. മുക്കാലും ഇങ്ങനെയൊക്കെയാ പൂ വരുന്നത്, ഇവിടെ തമിഴ്നാട്ടിലൊക്കെയാ പൂ വരുന്നത്. കണ്ട പൂ നിൽക്കണ, കണ്ട എന്ത് സാധനമാണെന്ന് നോക്കി. സാധനം തേൻ കുടിക്കുന്നുണ്ടോ? സാധനം ഇതിലേക്ക് രസമല്ലേ അത് കാണാൻ? അളിയൻ പോയി ഇഷ്ടംപോലെ തേൻ കുടിക്കാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇഷ്ടം പോലെ പോകും. പിന്നെ നിറഞ്ഞ് 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 നോക്കി ഒരു സൈഡിലും. പൂക്കളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഒരു പൂന്തോട്ടം കാണുന്നത്. രസമുണ്ട്. വെള്ളപ്പൂ മാത്രമേ ഉള്ളൂ, വേറെ പൂവൊന്നുമില്ല. ഈ സാധനം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫുള്ള് ഈ സാധനമാണ്, ഫുള്ള്. അപ്പുറത്ത് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ, ഫുള്ള് കൃഷിയാണ്. ചോളമുണ്ട്, നെല്ലുണ്ട്, അങ്ങോട്ട് ഫുള്ള് കൃഷിയാണ്. പാവയ്ക്ക, പടവലം, കോവൽ, അതിനൊക്കെ ഇഷ്ടം പോലെ സാധനമുണ്ട്. അണ്ട വിഷ്ണു ബ്രോ അതിനകത്തൊക്കെ നടക്കുന്നത്. അവിടെ നിൽക്കുന്നു വിഷ്ണു ബ്രോ, നടന്നങ്ങ് പോയി. ഫുള്ള് പൂവാട്ടോ, ഫുള്ള് പൂവാ. ഫുള്ള് പൂവെന്ന് പറഞ്ഞാൽ ഫുള്ള് പൂവാ. അങ്ങനെ ഇവിടെ നടന്നു നോക്കണം. ഇവിടെ ഉള്ളൊരു വഴക്കുറൊന്നും അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പൂ പോലും പറിക്കുന്നില്ല കേട്ടോ, ഫുള്ള് കാണാൻ വേണ്ടി വന്നതാ. പൂ പറിച്ച് അവർ ചീത്ത വിളിക്കുമായിരിക്കും മിക്കവാറും. ഉണ്ടോ പൂന്തോട്ടത്തിന് ഇടയ്ക്ക് കൂടെ ഇങ്ങനെ നടക്കുക. അതിൻ്റെ അവസ്ഥ മാറിയപ്പോൾ ഒരു വേപ്പ് മരം കിട്ടും. എന്ത് രസമാണ് നോക്കി. അപ്പോൾ അതാ ഞാൻ ഇടയ്ക്കൂടെ നടക്കാൻ പോവാണ്. അതിൽക്കൂടെ ഒരു വരമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആകുമ്പോൾ പിന്നെ ജലക്ഷാമമൊന്നുമില്ല, ഫുള്ള് ബോറായതുകൊണ്ട്, കുഴൽക്കിണറായതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഓരോ ഈ പാടത്തിന് നടുക്ക് അവിടെ ഇവിടെ എല്ലാം ഉണ്ട് കുഴൽക്കിണർ. അതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല. കണ്ട വേണ്ടേ. അതിമനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ നെൽകൃഷിയാണ്, കണ്ടോ. ഇവിടുന്നൊക്കെ നമ്മുടെ നാട്ടിൽ നെല്ലൊക്കെ വരുന്നത്. രസമുള്ള ഏരിയ കേട്ടോ. ഒരു ആൻറ്റി വരും ചോദിക്കുന്നുണ്ട്. തെലുങ്കൊക്കെ ആയതുകൊണ്ട് നമുക്കറിയത്തില്ല, ഉൾനാടൻ ഭാഷയാണ്. തെലുങ്കൊന്നുമില്ല, അവരുടേതായ ഭാഷ സംസാരിക്കുന്നത്. ഫുള്ള് പൂവെന്ന് പറഞ്ഞാൽ ഫുള്ള് പൂ. പിന്നെ ഇടയ്ക്ക് ജമന്തി, വെള്ളം, മഞ്ഞ സാധനമൊക്കെ നിൽപ്പുണ്ട്. മഞ്ഞ കളറിലെ പൂവ് നിൽപ്പുണ്ട്. പിന്നെ മഞ്ഞ സൈസിലെ പൂവ് 2-3 തയ്യേ ഉള്ളൂ. അത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ യെല്ലോ മഞ്ഞ കളറിലെ പൂവ് നിൽപ്പുണ്ടെന്ന്. കണ്ട അതിൻ്റെ സെയിം സാധനം തന്നെ, അതിൻ്റെ മഞ്ഞ കളർ. ഇഷ്ടം പോലെ തേനീച്ചുണ്ട്, ഇഷ്ടംമാതിരി തേനീച്ച വന്ന് തേനെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. തേനീച്ചയുടെ ബഹളമാണ് കണ്ട കാണിച്ച. നിൽക്കണണ്ട വിഷ്ണുണ്ണ ഇങ്ങനെ ഇടയ്ക്ക് അറമാതിച്ച് കിടക്കുക. ഫുള്ള് പൂവെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്.
എനിക്കുണ്ട് ഇഷ്ടം പോലെ. കൃഷിയൊക്കെ നമ്മൾ അങ്ങോട്ട് പോയതാണ്. ഇവിടെയൊക്കെ മൊത്തം ബോറാണ്. ബോറടിച്ച് വെള്ളം കിട്ടിയിട്ടില്ല. കുളിക്കണം രാവിലെ കുളിച്ചാ നടന്ന വെള്ളത്തിനകത്ത്. ഇതാണ് നമ്മുടെ സാധനം. ചോളം പോലൊക്കെ ഇരിപ്പുണ്ട്. ചോളം ആരി ആയി വേണ്ട പൂത്തിരിക്കുന്നുണ്ട്. ചോളം ആയിരിക്കും കേട്ടോ. ഇഷ്ടംമാതിരി സാധനമുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞങ്ങളിതാ വിജനമായ ഒരു പ്രദേശത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ വീടൊന്നുമില്ല, ചുറ്റിന്താ പറമ്പുകൾ മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ ഊരൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഓരോ കോളനികളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾ ഈ താമസിക്കുന്ന ഏരിയയിലൊന്നും വലിയായിട്ട് വീടുകളൊന്നും ഇല്ല കേട്ടോ. ഏറ്റവും മറ്റേ പറമ്പുകളാണ് മൊത്തം. കണ്ടേ, അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറത്തെ കൃഷിയൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. നല്ല അടിപൊളി വെയില, അവരെ പുറം വരെ പൊള്ളിപ്പോയി. അതൊരു വെയില. മുകളിലോട്ടൊന്നും നോക്കാൻ പോലും വയ്യ, അതുപോലത്തെ വെയിലാട്ടോ. ഇവിടെ പുറയിലൊന്നും വേറൊരു സംഭവം പോലും ഇല്ല, വീട് പോലും ഇല്ല. ഞങ്ങൾ താമസിക്കുന്നത് അവിടെ വാട്ടർ ടാങ്ക് കിട്ടില്ല, അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഒരു 4-5 വീടേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് നല്ലൊരു കോളനി കേട്ടോ, അവിടെ താമസം നല്ല 10-60 വീടൊക്കെ ഉണ്ട് അവിടെ. അത് നല്ല ആൾത്താമസമുള്ള ഏരിയ, കടകളൊക്കെ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കടയൊന്നുമില്ല. കടയ്ക്ക് പോകണമെങ്കിൽ മെയിൻ റോഡിൽ പോകണം. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് കടയിലൊക്കെ ചെല്ലണം. ഒരു വയലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുക കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ ഏരിയകൾ അവരിങ്ങനെ ഈ തരിശ് ഭൂമിയായിട്ട് കിടന്ന സ്ഥലങ്ങളൊക്കെ അവർ കിളച്ച് മറിച്ച് വെള്ളമൊക്കെ കയറ്റി കൃഷി ചെയ്യണതാണ്. അപ്പം ഞങ്ങൾ നടന്നു വരുന്ന വഴിയുണ്ടല്ലോ, അതുപോലെ കിടന്ന സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ അവരതുപോലെ കൃഷിയൊക്കെ ചെയ്ത് സെറ്റാക്കി ഇട്ടേക്കുക. അയ്യോ, നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ പോകുന്നൊരു ഫീലിംഗ് ഉണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ ആരാ കൃഷി ചെയ്യുന്നല്ലേ? ഞങ്ങളൊക്കെ അവിടെ തന്നെ ഇഷ്ടംപോലെ വയലുകളൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളം കയറി നാശമായിട്ട് കിടക്കുക. കൃഷി ചെയ്യാൻ പോലും ആരുമില്ല. പക്ഷെ ഇവിടെ കണ്ടോ, എൻ്റെ അമ്മ തരിശ് ഭൂമി പോലും അവർ കൃഷി ചെയ്തിട്ടേക്കുക. ഞങ്ങൾ വന്ന വഴിയാണ് കാണുന്നത്. അവിടെ കണ്ടോ തരിശ് ഭൂമി, അവരൊക്കെ കിളച്ച് മറിച്ച് സെറ്റായിട്ട് വെള്ളമൊക്കെ കയറ്റി കൃഷി ഇട്ടിരിക്കും. പനയുടെ മണ്ടയ്ക്ക് 3 കുടം ഇരിക്കുന്നുണ്ടോ, കള്ള് പനങ്കള്ള്. ഇവിടുത്തെ പനങ്കള്ള് സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. ഇതുപോലെയാണ് ഇവിടെ എല്ലായിടത്തും വെള്ളം അടിച്ച് കണ്ടകളിൽ വയലുകളിലൊക്കെ കയറ്റുന്നത്. ഇപ്പം എല്ലാത്തിൻ്റെ മുക്കിനും മൂലയ്ക്കും എല്ലാം ഉണ്ട്, കണ്ടോ. ഇങ്ങനെ ഉണ്ടോ, ഇതൊക്കെ ഊരി മറിച്ചിട്ടൊക്കെ ഇട്ടിരിക്കുക. ഈ വെള്ളം കയറ്റിയാൽ മാത്രം മതി. അത് അവിടെയാണ് പാറ. നല്ല വെയിലുണ്ട് ഇല്ലയോ എണ്ണ, പുറമൊക്കെയാണെ പൊള്ളുന്നു. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പാറക്കൂട്ടങ്ങൾക്കിടയിൽ. നോക്കണ്ട, ചെറിയൊരു പാറയാട്ടോ. ഒന്ന് കയറാൻ നോക്കാം, അവരെല്ലാം പറഞ്ഞു തരത്തില്ല. ഫാമാണ് കേട്ടോ, എരുമ, പശു അങ്ങനത്തെ അതിനൊക്കെ വളർന്ന സ്ഥലമാണ്. അപ്പം അതിന് കുടിക്കാനുള്ള വെള്ളം നിന്നൊക്കെ എടുക്കുന്നത്. അത്യാവശ്യം വലിയൊരു പാറയാട്ടോ. നമ്മുടെ മുള്ളമ്പാലൊക്കെ രാവിലെ കഞ്ഞി കുടിച്ചു. ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. പൊടിമീനൊക്കെ ഉണ്ട്, പൊടിമീൻ.
ഇതിന്റെ മണ്ടക്കൂടെ ഒന്ന് ഏറി വെക്കട്ടെ. അപ്പൊ അതിന്റെ മണ്ടക്കിട്ടിരിക്കുന്നു. അത്യാവശ്യം വലിയൊരു ഹൈറ്റുള്ള പാറ കേട്ടോ. ഇപ്പുറത്തും ഉണ്ട് അതുപോലെ കുളം. നല്ലൊരു വ്യൂ കണ്ടോ. നല്ല വെയിലാട്ടോ, അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നടന്നിട്ട് വരൂ. കേട്ടോ, അതെ കുറച്ച് കായൊക്കെ നിൽപ്പുണ്ട്. എന്താ പറഞ്ഞാൽ പിടുത്തമില്ല. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടോ, തിന്നാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ തിന്നുന്നില്ല, അത് വേറൊരു കാര്യം. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ. എന്താണെന്ന് ഒരു പിടുത്തമില്ല. ഇഷ്ടം പോലെ ഉണ്ട്, പഴുത്തി പോണ്ട് ഇഷ്ടം പോലെ. അതിന് സൈഡിലായിട്ട് 2 വയലുണ്ട്. അതിനൊക്കെ വേറൊരു കാഴ്ച കാണിച്ചു തരാം. അത് ആലിൻ്റെ മണ്ടയ്ക്ക് ഒരു പനം നിൽക്കുന്നുണ്ട് ഏറ്റവും ടോപ്പിൽ. അതിനെ മണ്ടയ്ക്ക് കിളിച്ചിരിക്കുക. ആലിൻ്റെ മണ്ടയ്ക്കാണ് എടുത്ത് കിളിച്ചിരിക്കണം. എന്തോ സംഭവമൊക്കെ എലിയു. അപ്പോൾ ഇനി നല്ല നല്ല കാഴ്ചകളായിട്ട് നിങ്ങൾ ഇനിയും കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടു കാണും. ഇഷ്ടം പോലെ നിങ്ങൾ കാണുന്നില്ല. വലിയ ബ്ലോഗറൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നമ്മൾ വന്ന സ്ഥലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇടുന്നവരെ എല്ലാവർക്കും இந்த வழியே இந்த இப்போ ഇഷ്ടമാണോ? വളരെ പൂ വരച്ചു നൈസായിട്ട്.